വചനം തിരുവചനം മാനവരക്ഷാവചനം. ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. വലിയൊരു ജനാവലി അവൻ്റെ അടുക്കൽ വചനം കേൾക്കാൻ വന്നു. അവൻ കടലിലേക്ക് ഒരു വള്ളത്തെ ഇറക്കി ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് കടലിന് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയ പ്രകാരമാണ് വിതയ്ക്കാൻ വിതപ്പെട്ടു. വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു. ഹല്ലേലൂയ. വഴിയരികിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വഴി നമ്മൾ നടന്ന് അത് തറഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവിടെ ഒരിക്കലും അതിന് വളരാൻ പറ്റില്ല. മാത്രമല്ല ആ തറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പക്ഷികൾ വന്നത് കൊത്തിക്കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ വഴിയരികു പോലെയുള്ള തറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഒരിക്കലും വചനത്തിന് വളരാനോ വചനത്തിന് അഭിവൃദ്ധിപ്പെടുവാനോ പറ്റില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള മണ്ണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് കൊത്തിക്കളച്ച് അത് ട്രാക്ടർ ഇറക്കി നന്നായിട്ട് കുത്തിക്കളച്ച് അടിച്ച് തല്ലി കൊട്ടയ്ക്ക് വടി കൊണ്ടടിച്ച് കട്ടയ്ക്ക് നിരത്തി അങ്ങനെ ചെയ്താലാണ് അവിടെ വചനം ആഴത്തിൽ വേര് ഊന്നി വളരുകയുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തത് ഈശോ പറയാണ്, വചനം വിതച്ചപ്പോൾ എവിടെ വീണെന്ന് വെച്ചാൽ പാറപ്പുറത്ത് വീണു. പാറപ്പുറത്ത് പെട്ടെന്ന് പൊങ്ങി, പക്ഷേ മണ്ണ് അധികം ഇല്ലാത്തതുകൊണ്ട് അതിന് വേരുകൾ താഴോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് സൂര്യൻ ഉദിച്ചപ്പോൾ അത് വാടിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ വചനമൊക്കെ കേൾക്കും, ധ്യാനത്തിന് പോകും, സന്ദേശമൊക്കെ കേൾക്കും, പെട്ടെന്ന് നമുക്കൊരു താല്പര്യം വചനത്തോട് തോടും. കുറച്ച് നേരം കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബൈബിൾ എടുത്ത് നമ്മൾ അൽമാരയുടെ മുകളിൽ വയ്ക്കും, എന്നിട്ട് പഴയ രീതിയിലേക്ക് പോകും. ഹല്ലേലൂയ. കാരണം എന്താ, നമുക്ക് ആഴങ്ങൾ വേണം. പാറയാണെങ്കിലും നമുക്കറിയാം, പാറ വെട്ടി ഒരുക്കി അതിന് ആഴങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ മണ്ണുകൾ നിറച്ച് ആ പാറ വെട്ടി നീക്കി കഴിഞ്ഞിട്ട് മണ്ണുകൾ നിറച്ച് പലരും അത് കൃഷി സ്ഥലമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പലതിനും ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ പാറ പോറയുള്ളതാണെങ്കിൽ അത് കളച്ച് അത് വെട്ടി എന്ന് പറഞ്ഞാൽ പാറ വെട്ടി മാറ്റി അവിടെ നല്ല മണ്ണ് നിറച്ച് അവിടെ നല്ല മനുഷ്യരായിട്ട് നമ്മൾ തീർന്നാൽ മാത്രമേ അവിടെ വചനം വളരുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന നമുക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിവേഗം കർത്താവിനെ വിട്ടു പോകും. ഹല്ലേലൂയ. മൂന്നാമത്തെ ഏതാണെന്ന് വെച്ചാൽ മുൾച്ചെടികൾക്കിടയിൽ വിട്ടു വീണാൽ നമുക്കറിയാം അതിന് വളർന്നു വരാൻ പറ്റില്ല. കാരണം അത് ആ മുള്ളുകൾ ഞെരുക്കി അതിനെ നഷ്ടപ്പെടുത്തും. നാലാമത്തേത് അതാണ്, നല്ല നിലത്ത് വീണു, അത് ആഴങ്ങളുള്ളതിനാൽ വേരൂന്നി അത് വളർന്നു വന്നു. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ നല്ല ഹൃദയമുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ഞാൻ ഓർക്കാണ്, ഈശോ മിശിഹ 12 അപ്പസ്തോലന്മാരെ കൂട്ടി അവർക്ക് വേദപാഠം കൊടുത്തു. 3 വർഷക്കാലം അവരുടെ പ്രാക്ടിക്കൽ സർവീസ് നടത്തി. അതിനുശേഷം ഉദ്ധാനം ചെയ്യുന്നതിന് ശേഷം 40 ദിവസം അവരെ വീണ്ടും വേദപാഠം പഠിപ്പിച്ചു. ആ 3 വർഷം പഠിച്ചതിൽ ഒരാൾ നഷ്ടപ്പെട്ടു, ബാക്കി 11 ആളുണ്ട്. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയും കൂട്ടിയിട്ട് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധാത്മ വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. ലോകത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും പോയിട്ട് അവർ പ്രസംഗിച്ചത് ഏത് നാമമാണെന്നാൽ യേശുനാമം സൗഖ്യത്തിൻ്റേതാണ്. യേശുനാമം ശക്തിയുടേതാണ്. യേശുനാമം പിശാചിനെ ബന്ധിക്കുന്നതാണ്. നമ്മൾ യേശുനാമം പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പിശാച് അവിടെ നിന്ന് വിട്ടുപോകും. ഹല്ലേലൂയ. യേശുനാമത്തിന് മുമ്പിൽ ഈ ലോകത്തിലുള്ള സകല ശക്തികളും മുട്ടുമടക്കും. അതുകൊണ്ട് നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ്, അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്താണെന്ന് വെച്ചാൽ യേശു നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾ വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, ഹല്ലേലൂയ, കെട്ടുകഥകൾ വേണമെങ്കിൽ പറഞ്ഞു, പക്ഷേ പ്രസംഗിക്കാതെ ഇരിക്കേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, യേശു നാമം നിങ്ങൾ പറയരുത്.
ഹല്ലേലൂയ. യേശുനാമം നിങ്ങൾ പ്രഘോഷിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ യേശുനാമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിന്മകൾ വിട്ടുപോകും, അന്ധകാര ശക്തികൾ വിട്ടുപോകും, പൈശാചിക പീഡകൾ വിട്ടുപോകും. ഹല്ലേലൂയ. വീട്ടിൽ പ്രാർത്ഥിക്കുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിത പങ്കാളി പറയുന്നത്, നീ പ്രാർത്ഥിക്കാതിരിക്കാമോ? നീ ടി വി കണ്ടോ കുഴപ്പമില്ല, നീ വർത്തമാനം പറഞ്ഞോ കുഴപ്പമില്ല, നീ പുറത്ത് പോയി അയൽക്കത്ത് പോയി വർത്തമാനം പറഞ്ഞോ, പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, പ്രാർത്ഥന അങ്ങ് നിർത്ത്. നിൻ്റെ പ്രാർത്ഥനയാണ് സകലവിധ പ്രശ്നങ്ങൾക്കും കാരണം. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചു, എനിക്ക് അത്ഭുതം തോന്നി. ചേച്ചി പറഞ്ഞു, ഞാൻ ഒരു പന്തക്കുസ്ത കുടുംബത്തിൽപ്പെട്ടതാണ്. അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് വിളിക്കണം എന്ന് തോന്നി. കാരണം ഞാൻ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് മാറി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത ചേട്ടൻ പറഞ്ഞു, നീ മാതാവിനെ വിളിച്ചതാണ് സകല പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാണ്. ഞാൻ ഇങ്ങനെ ശ്രമിച്ചിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, മാതാവിനെ നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയോ അന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം എന്താ, ഈ ലോകത്തിലുള്ള സകല ശക്തിയുടെ മേൽ ദൈവമായ കർത്താവ്, യേശുവല്ല, ദൈവമായ കർത്താവ് അധികാരം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വെളിപാട് 12:10 തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയുടെ സകല പ്രശ്നങ്ങൾക്കും മാറാനുള്ള ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയെ മുട്ടിപ്പായിട്ട് പിടിച്ചോ. പരിശുദ്ധ അമ്മ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ 19-ാമത്തെ ദിവസത്തിൽ പ്രകാരം പറയണത്, എൻ്റെ കൈകളിൽ നീ എന്നെ, നിൻ്റെ ഹൃദയവും നിൻ്റെ കുടുംബ പ്രശ്നങ്ങളും ഭരമേൽപ്പിക്കുക, ഞാൻ അത് ചെയ്തു തരും. പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കാരണവന്മാർ മരിക്കുന്നത് വരെ മേമ്പൂട്ടിൻ്റെ താക്കോല് അരയിൽ സൂക്ഷിക്കുന്നത് പോലെയാണ്, വിട്ടുകൊടുക്കില്ല. എന്ത് കുടുംബ പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നതെങ്കിലും അത് വിട്ടുകൊടുക്കില്ല. വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഞാൻ ചേച്ചിയോട് ശക്തമായിട്ട് ഭാഷയിൽ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടെന്ന് വെച്ചാൽ ഔസേപ്പിതാവ് ഉണ്ടാവും, അവിടെ ആരുണ്ടെന്ന് വെച്ചാൽ ഉണ്ണീശു ഉണ്ടാവും. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാരണം നിങ്ങളുടെ കുടുംബത്തിലെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യ ഉണ്ടെങ്കിൽ അവിടെ ഭാര്യ ഉണ്ടാവുള്ളൂ, ഭർത്താവ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഭർത്താവ് വഴുക്കിലായിരിക്കും. ഭാര്യ ഉണ്ടെങ്കിൽ ചില ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവില്ല. മക്കൾ ഇതുകളായിട്ട് രമ്യ. പക്ഷെ ആദ്യ കുടുംബം എന്ന് പറയുന്നത് ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ഈശോമിശിഹായാണ്. പരിശുദ്ധ അമ്മ ഏതൊരു കാര്യം പറയുമ്പോഴും ഔസേപ്പിതാവിനെ കൂട്ടാതെ പറയുന്നില്ല. കാരണം എന്താ, അതൊരു കുടുംബമാണ്, അതൊരു വലിയ ബന്ധമാണ്. വിവാഹം എന്നത് വലിയ ഒരു ഉടമ്പടിയാണ്. ദൈവവുമായിട്ട് ദൈവത്തിന് മുമ്പിൽ നിന്ന് ചെയ്യുന്ന വലിയൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ഒലയില്ല, ഒരിക്കലും അത് തകരില്ല, ഒരിക്കലും നശിക്കില്ല. ഹല്ലേലൂയ. 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 ഞാൻ നല്ലൊരു മനോഹരമായിട്ടൊരു ദിവ്യകാരുണ്യം കാണാൻ പോയി. എൻ്റെ റിലേറ്റീവ് ഉണ്ടായി, 54 കുട്ടികൾ. അവരെ ഒരുക്കി കൊണ്ടുവരുന്ന സിസ്റ്റേഴ്സാണ്. ആ സിസ്റ്റേഴ്സ് ഒരുക്കി അവരെ ഓരോ കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവവിളി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്കിവിടെ ശുശ്രൂഷയിൽ തന്നെ ചിലർ കാണിക്കുമ്പോൾ നമുക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ ഈ വൈദിക പട്ടത്തിന് വേണ്ടി പഠിച്ച് വരുമ്പോൾ അവരെ അത് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ശുശ്രൂഷ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കുർബാന അർപ്പിക്കേണ്ടത്, കൂദാശകൾ പരിഹരണം. ഞാൻ കർത്താവെ, വരുന്ന ആളുകളിൽ ദൈവവിളി ഇല്ലെങ്കിൽ ഈ മക്കളെ ആര് പഠിപ്പിക്കും? അച്ഛൻ എത്രയോ പല പ്രാവശ്യം വിളിച്ച് പറയുന്നത് കേട്ടു. ഇവിടെ കുട്ടികളെ ഈ സിസ്റ്റേഴ്സ് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്ത് പിടിക്കുകയായിരുന്നു. 10-25 ദിവസം അവരെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. ഹല്ലേലൂയ. അച്ഛൻ ഞാൻ അറിയുന്നൊരു അച്ഛനാണ്. അതേപോലെ തന്നെ ടീച്ചർമാർ അവരുടെ കൂടെ നിൽക്കുക, സ്വന്തം മക്കളെ പോലെ അവർ ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കുക. 54 കുട്ടികളും വെള്ള ഡ്രസ്സിട്ട് മനോഹരമായിട്ട് ആ പള്ളിയിലേക്ക് വരുന്നതാണ് എനിക്കൊരു വലിയ സന്തോഷം തോന്നി. സ്നേഹമുള്ളവരെ, അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് വൈദികരും സന്യസ്തരും ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന, കർത്താവെ, സഭയ്ക്ക് ദൈവവിളി നൽകി സമ്പന്നയാക്കണമേ.
പണമല്ല കർത്താവ് സഭയ്ക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ സഭയ്ക്ക് എന്താ കൊടുക്കേണ്ടതെന്ന്? സമ്പത്തെന്ന് പറയുന്നത് പുരോഹിതനും സന്യസ്തരുമാണ്. അല്ലെങ്കിൽ പുരോഹിതനും സന്യസ്തരുടെ കാര്യങ്ങളൊക്കെ നടക്കായിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു അഭിഷേകം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അച്ഛന്മാരില്ലെങ്കിൽ കുർബാന അർപ്പിക്കാൻ സാധിക്കില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ വൈദികരെ വിളിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് 12 അപ്പസ്തോലന്മാരില്ലെങ്കിൽ യേശുവിനെ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ആ 12 അപ്പസ്തോലന്മാരുടെയും ദീർഘവീക്ഷണവും അവരുടെ ചത്തുള്ള പരിശ്രമവുമാണ് ഈ ലോകം മുഴുവനും അവർക്ക് കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചത്. അങ്ങനെയുള്ള തീഷ്ണതയുള്ള വൈദികരുണ്ടാകണം. നിങ്ങൾ വൈദികരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും, വെറുതെ പ്രാർത്ഥിക്കരുത്. ആ പ്രിൻസ് പിതാവ് പറഞ്ഞിട്ട് 5 മീറ്റർ ലോകയുടെ തുണിയിട്ടുണ്ടാകുന്ന വൈദികർ വേണ്ട. ഉറക്കം തൂങ്ങുന്ന വൈദികരും വേണ്ട. വൈദികരെന്ന് പറഞ്ഞാൽ സഭയോടൊത്ത് സഭയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ശക്തരായ പുരോഹിതരുണ്ടെങ്കിൽ പിശാചനങ്ങളില്ല. ഞാൻ ഇന്നലെ ഒരു യാത്രയ്ക്ക് പോയി, ഈ കുർബാന കൊണ്ട് ഞാനൊരു ഡ്രൈവറെ വിളിച്ചു. എളുപ്പമൊന്ന് ശുശ്രൂഷയുള്ളതുകൊണ്ട് ക്ഷീണമല്ലാതെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് ഓടിച്ചു. പിന്നെ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഒരു അല്പം പ്രോബ്ലം തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേട്. അപ്പോൾ ഞാൻ മുമ്പിൽ കയറിയിരുന്നു. മനുഷ്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്ന് പോകുന്നു. പിന്നെ നോക്കുമ്പോൾ തൊട്ടടുത്ത് പോകുന്ന വണ്ടികളൊക്കെ വണ്ടി ഇടിക്കാൻ പോകുന്നു. നമ്മൾ പോലും ദൈവമേ എന്ന് വിളിച്ചു. കാരണം ശുശ്രൂഷ ചെയ്യേണ്ട ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ മനുഷ്യനാണ് ഇങ്ങനെ സംസാരിക്കുന്ന മനുഷ്യനാണ്. നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടും. കാരണം ചിലവർക്കുണ്ട് നാവിനെ കെട്ടാനായിട്ട് അടയ്ക്കാനായിട്ട് പറ്റില്ല. ഈ ഡാം തുറന്നിട്ട് പോയില്ല, ഇങ്ങനെ തുറന്നു പറഞ്ഞാലും തീരില്ല. അവസാനം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ വണ്ടി ഓടിക്കുന്നത് നല്ലത്, നമ്മൾ 2 ആളും രക്ഷപ്പെടും. 2 ആളും രക്ഷപ്പെടും. ആ ചേട്ടൻ പറഞ്ഞ ഇപ്രകാരം, എനിക്കൊരു വലിയ പേടി പറ്റിയച്ച, അതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാം. മാത്രമല്ല ഇത് പുതിയൊരു വണ്ടി ആയതുകൊണ്ട് ആ സിസ്റ്റം പഠിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. ആ സിസ്റ്റം ഈശോ മിശിഹായെ പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ തകരും. ആ സഹോദരമുള്ള കാര്യം പറഞ്ഞു. വെച്ചാൽ അത് ചെറിയൊരു വണ്ടിയല്ല, മറ്റ് പഴയ വണ്ടി പോലെയല്ല. പക്ഷേ ഇതിന് പുതിയ സിസ്റ്റങ്ങളാണ്, പുതിയ ബ്രേക്കുകൾ. ഒന്ന് ചെറുതായിട്ട് ചവിട്ടുമ്പോഴേക്കും വണ്ടി പെട്ടെന്ന് നിൽക്കുന്നു. പഴയ കാലത്ത് നമുക്കുണ്ട്, കാലിങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഇവിടെ ചവിട്ടിയാൽ ഒരു 2 അടി നീങ്ങിയിട്ട് വണ്ടി നിൽക്കുകയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ചവിട്ടിയാൽ അവിടെ നിൽക്കുക. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുക. ഞാനിങ്ങനെ പോകുമ്പോൾ, റൂട്ടിലൂടെ പോകുമ്പോൾ നോക്കാറുണ്ട്, പിള്ളേർ പോകുമ്പോൾ ഒരു കൊച്ചു പോലും മൊബൈൽ ഉപയോഗിക്കാതെ പോകുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ പോകുമ്പോൾ കയ്യിലെന്തായിരിക്കുന്നത്? ഞാൻ മൊബൈലല്ലായിരുന്നു, എന്താണ് ജപമാലയായിരുന്നു. മദർ തെരേസ സിസ്റ്റേഴ്സ് ടൗണിലൂടെ നടന്നു പോകുന്നത് പോലെയാണ് ഈ ജപമാല. ഞാൻ കോയമ്പത്തൂരേക്കും കണ്ടിട്ട്, കോയമ്പത്തൂർ ടൗണിലൂടെ ഈ മദർ തെരേസ സിസ്റ്റേഴ്സ് അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ വലിയൊരു ജപമാലയുണ്ട്. അതിങ്ങനെ ചൊല്ലിക്കൊണ്ട്, ആരും മുമ്പിലൂടെ വരുന്നുണ്ടെന്നൊന്നും നോക്കുന്നില്ല, എങ്ങനെ അവർ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. കാരണം അവരുടെ ശുശ്രൂഷയുടെ വലിയ ഭാഗമെന്ന് പറയുന്നത് ജപമാലകൾ ചൊല്ലി കർത്താവുമായിട്ട് ഒരു സൗഹൃദത്തിലാകുക, ഒരു ബന്ധത്തിലാകുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാർന്നോമാർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയൊരു വിശ്വാസ സമൂഹം ഇന്ന് വളർന്നു വരാനായിട്ട് ഇടവന്നു. ഇന്ന് മീഡിയാസ് കടന്നു വന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ മേഖലയിലല്ല, വിശ്വാസത്തിൻ്റെ മേഖലയല്ല. വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രമായിട്ട് നിഗൂഢമായിട്ട് കിടക്കുക. കാറൽ അക്കിറ്റാസിനെ പോലെ വല്ലവരിക്കും വിശുദ്ധരായ കുട്ടികൾ ജനിച്ചാൽ അതിന് ഏറ്റവും വലിയ ഇതെന്താണ്? കാരണവന്മാർ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ചില കുട്ടികൾ മൊബൈൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി മാറ്റിക്കൊണ്ടോ. കാരണം എന്താ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു കാലഘട്ടമല്ല. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ദൈവം അനുവദിക്കാത്ത ഒന്നും നമുക്ക് വരുന്നില്ല. പക്ഷേ അതിനെ നന്മയായിട്ട് കണ്ടുപിട്ടാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പരിശ്രമിക്കുന്ന പകരം അതിലൂടെ അവർ വലിയ ഒരു സയൻറ്റിഫിക് മാർഗങ്ങൾ, ഒരു ശാസ്ത്ര ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ.
ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ വിശുദ്ധരുണ്ടാകും. അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരു വിശുദ്ധരുണ്ടാകുമെന്ന് സംശയമാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലുണ്ടാകും. പോളണ്ടിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം 7, 8, 9 കുർബാനയാണ് ഒരു പള്ളിയിൽ നടക്കുന്നത്. നമ്മുടെ പള്ളിയിൽ 2 കുർബാന ഇല്ലാൽ പോലും നമ്മുടെ കിഴങ്ങുണ്ടാവുന്ന പോലെയാണ്. അത് വരുന്നത് എപ്പോഴാണ്, തിരിച്ചു പോകുന്നത് എപ്പോഴാണെന്നും പറയാനില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സെഫാനിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചന പ്രകാരം പറയാണ്, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. നമ്മുടെ കുട്ടികളുടെ അധരങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും, ഞാൻ വിശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കും. രണ്ടാമത് പറയാണ്, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 1:7 പറയാണ്, എൻ്റെ ബലിപീഠത്തെ അവർ മലിനമായ ഭക്ഷണം അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങൾ അത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി. പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാനുള്ള സ്ഥലമാണ് പള്ളി. കാരണവർ അങ്ങനെയല്ല ചെയ്തത്. ജീവിതത്തിൽ അവരാദ്യം ചെയ്യുന്നൊരു കാര്യം, പള്ളി പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലേക്കും അവർ പോയിരുന്നത്. ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാനിന്ന് അച്ഛനായിരിക്കുന്നു. എല്ലാ ദിവസവും ഒരു സമ്മാനം എനിക്ക് കിട്ടും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സമ്മാനമുണ്ട്. കാരണം അങ്ങനെയുള്ള ആ പരിശീലനത്തിലൂടെയാണ് ഒരു വൈദികനാകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എൻ്റെ ചേട്ടൻ്റെ പട്ടണൻ്റെ സമയത്ത് എനിക്കും വലിയൊരു ആഗ്രഹം വന്നു, കർത്താവ് എനിക്കൊരു പുരോഹിതനായിട്ട് മാറണം. ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ അംഗങ്ങളായിട്ട് ജീവിക്കുക, യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുക. അതുകൊണ്ട് പറയാണ് ഈ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം, നിങ്ങൾ എൻ്റെ ബലിപീഠത്തെ നിസ്സാരമായിട്ട് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ഒരു തീഷ്ണതയില്ലാത്ത ഒരു ജനതയായിട്ട് നമ്മൾ അധംപതിച്ചു എന്ന് പറയാം. കാരണം എന്താ, മലിനമായ ബലിവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു യോഗ്യതയോ എന്ന ഒരു ഒരുക്കുമോ ഒരു തീഷ്ണതയോ ഇല്ലാതെ അവിടെ ബലി അർപ്പിക്കാനായിട്ട് നമ്മൾ പോയി. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലൊരു കാര്യം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഒരു സ്ഥലമാണ്, ദൈവം ഇരിക്കുന്ന ഒരു ആലയമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ചേച്ചി, ഞാനൊരു മരിച്ചു വീട്ടിൽ പോയി. മരിച്ചു വീട്ടിൽ കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ്. ചെന്ന് കഴിഞ്ഞ് അവർ എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ട ഇവിടെ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവർ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1-2 രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ അപ്പന് ഹൃദയ സംബന്ധമായ രോഗം വന്നു. അവർ പ്രാർത്ഥിച്ചു. അപ്പം നമുക്ക് ക്ലിയറായിട്ട് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൃദ്രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്തൊരു മേഖല കർത്താവ് കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സഹോദരിയെ നന്നായിട്ട് ചേട്ടനെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചു. ഈ സഹോദരിയുടെ, ഈ ഭാര്യയുടെ അപ്പന് അസുഖം വന്നു, ഹൃദയ സംബന്ധമായ രോഗം വന്നു. ആ രോഗത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സഹോദരി ഇങ്ങോട്ട് പോരാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരാണ്, അപ്പന് സുഖമില്ല, ഈ ചേട്ടൻ്റെ അപ്പന് സുഖമില്ല. 9:30 ആയപ്പോഴേക്കും അപ്പം മരിച്ചു. അതിന് മുമ്പുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇവർ വണ്ടി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ കയറ്റി, കോയമ്പത്തൂർ ഭാഗത്ത് ഒരു പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ചു. ഡീസലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഡീസൽ ടാങ്കിൽ പെട്രോളായിരുന്നു. ഫുള്ളടിച്ചു, നിറച്ചടിച്ചു. തമിഴ്നാടായതുകൊണ്ട് 5 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്നിട്ട് ഫുള്ളടിച്ച് നോക്കി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റ് മുമ്പിൽ വന്നപ്പോൾ ബ്രേക്ക് ഡൗണായി.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അവർ പെട്രോൾ പമ്പിൽ അടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അഴിച്ച് നന്നാക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി വന്നാൽ അവരൊന്നും ആൾക്ക് പറ്റില്ല, കമ്പനിയിലേക്ക് കൊണ്ടുപോകണം. കാരണം നല്ല വണ്ടികളെല്ലാം ഈ കാലഘട്ടത്തിൽ കമ്പനി, അതുകൊണ്ട് അവർ വന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒന്നും ശരിയാവുന്നില്ല. അവസാനം അവിടെ ഇട്ട് പോലീസുകാർ വന്നു, കേസായി. അത് കഴിഞ്ഞ് ഈ ചേട്ടൻ വീട്ടുകാരെ കൊണ്ടുവന്നു നോക്കുമ്പോൾ അപ്പം വീട്ടിൽ മരിച്ചെടുക്കുകയാണ്, വണ്ടി അവിടെ കിടക്കുകയാണ്. ആകെ ഒരു വലിയൊരു പ്രശ്നം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, അവൻ്റെ കൂടെ കൂടുക. ആരുടെ കൂടെ? പിശാച്. സുഖമായിട്ട് ജീവിക്കുക. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് പാതാളത്തിൽ ചെല്ലുന്നല്ലേ ഉള്ളൂ. പിള്ളേരങ്ങനെ വേണം. ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, ജീവിക്കുമ്പോൾ നന്നായിട്ട് സുഖിച്ച് ജീവിക്കുക. കാരണവരെല്ലാം അങ്ങനെയല്ലായിരുന്നു. കർത്താവേ ഞങ്ങളുടെ ജീവിതം തലമുറയെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ. 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 33-ാമത്തെ സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു, അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. അതായത് കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അതിനൊരു കോട്ടവും സംഭവിക്കില്ല. രണ്ടാമത് പറയുന്നത് അവിടുത്തെ ചിന്തകൾ തലമുറകൾ പോലും അപ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള ഒരു വലിയ ചിന്ത നമുക്കുണ്ട്. അടുത്തത് 34-ാമത്തെ സങ്കീർത്തനത്തിൽ 10-11 ഇപ്രകാരം പറയാണ്, എന്താ? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞു വന്നേക്കാം. ഹല്ലേലൂയ. ഇപ്പം സിംഹക്കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നാട്ടിലേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. ഹല്ലേലൂയ. ആദ്യകാലത്ത് സിംഹക്കുട്ടികൾക്ക് കാട്ടിൽ നിന്ന് കിട്ടില്ലായിരുന്നു. ഇപ്പം അവർ കാട്ടിലല്ല നിൽക്കുന്നത്, നാട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ജീവൻ വേണ്ടവർ ഓടി രക്ഷപ്പെടണം. ഹല്ലേലൂയ. കേട്ടോ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. അടുത്ത വചനം പറയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഹല്ലേലൂയ. നിങ്ങൾ കുട്ടികളോട് പറ, അരമണിക്കൂർ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ എല്ലാ ദിവസവും സമ്മാനം തരാമെന്ന് പറയും. പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ടാൽ എല്ലാ ദിവസവും സമ്മാനം തരാമെന്ന് പറയാം. ചേട്ടൻ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല, ചേച്ചി ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല. കാരണം കൊച്ചിനെ കൊണ്ട് IAS IPS ഒക്കെ എടുത്ത് അല്ലെങ്കിൽ വിദേശത്ത് വിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാരണന്മാരാണ്. ഹല്ലേലൂയ. നാട്ടിലെ സ്ഥലത്തിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുക. ചില ഭാഗത്ത് വീടുകൾ വിൽക്കാനിട്ടിട്ട് മേടിക്കാൻ ആളില്ല. കാരണം എന്താ? ആളുകൾക്ക് താല്പര്യമില്ല, വീടിൽ വേണ്ട, എല്ലാവരും വിദേശത്തേക്ക് പറക്കുക. അതുകൊണ്ട് പറയണത് എന്താ? ദൈവം പറയാണ്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലിച്ചു വലച്ചേക്കാം, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടാമത്തെ ഇതിൽ പറയാണ്, 1:11 പറയാണ്, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 1:11 പറയാണ്, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വമാണ്. സൂര്യോദയം മുതൽ. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകം 38:31 നമുക്ക് വായിക്കാം. അതോടൊപ്പം തന്നെ ആമോസിൻ്റെ പുസ്തകം 5:8 പറയാം. അവിടെ ഇപ്രകാരം പറയാം, കാർത്തികയെയും മരികത്തെയും സൃഷ്ടിച്ചത് ഞാനാണെന്ന് ദൈവം പറയാം. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന നാളെല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. കർത്താവിന് വേണ്ട നാള് മതി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ട നാള് മതി. ഹല്ലേലൂയ. നമ്മളിത് അടച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് ഒരു മകനെ രക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഒരു മകനെ പരിപാലിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഒരു മകനെ വഴി നടന്നത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. 16-ാം അധ്യായത്തിൽ പ്രകാരം പറയാണ്, 16-ാം അധ്യായത്തിൽ 16 തൊട്ടുള്ള തിരുവചനത്തിൽ, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചനം നടത്തുന്ന ദുഷ്ടാത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി ഫലം പ്രവചിക്കുന്നത് നൽകുന്നത് ദുഷ്ടാത്മാവാണ്, അശുദ്ധാത്മാവാണ്. കൊച്ചു ജനിക്കുമ്പോഴേക്ക് അതിൻ്റെ നാളെ നോക്കി എഴുതി വെക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറയും, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയും. നാളെ നോക്കിയാൽ ആ ദേവൻ്റെ അടിമയാണ്. അതുകൊണ്ട് ആമോസിൻ്റെ പുസ്തകം 5:8
ജോബിൻ്റെ പുസ്തകം 38:31 ഇതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്. എന്നിട്ട് ഭാവി ഫലം പറയുന്ന ഒരു വ്യക്തിയെ കാണാണ്. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. പരിശുദ്ധാത്മാവ് വഴി കൊടുക്കുന്നതിന് ഒരു പൈസ വാങ്ങാൻ പാടില്ല, പക്ഷെ ഭാവി ഫലം പ്രവചിക്കാൻ പൈസ വാങ്ങാം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ബോർഡ് വെച്ചിട്ട് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പോയതിനെ നിങ്ങളുടെ ഭാവി ഫലം പറഞ്ഞു തരും? ആരെങ്കിലും കയറാറുണ്ടോ? കയറാറില്ല. പൈസ വേണമെന്ന് പറയുന്ന സ്ഥലത്ത് കയറും. ദിവ്യകാരണത്തിന് പൈസ എഴുതി വെക്കാത്തതുകൊണ്ടാണ് പിള്ളേർക്ക് ആർക്കും താല്പര്യമില്ലാത്തത്. പൈസ എഴുതി വെച്ച് പിള്ളേർ ദിവ്യകാര്യത്തിന് ഹല്ലേലൂയ അല്ലേ? അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വന്ന ആളുകൾ പറയാനാണ്, ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോട് വലിയ താല്പര്യമില്ല, പക്ഷേ പഞ്ചാമൃതം കാശ് കൊടുത്ത് മേടിക്കുന്നു. ഇവിടെ പറയാണ് അത് വഴിയായിട്ട് അവരുടെ യജമാനന്മാർക്ക് അവൾ വഴിയായിട്ട് ധാരാളം പണം ഉണ്ടാക്കി. തുടർന്ന് വായിക്കാണ്, അവർ പൗലോസിന്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പൗലോസും സീലാസും രക്ഷയുടെ മാർഗം നിങ്ങളോട് സംസാരിക്കുന്നു. ഇങ്ങനെ പല ദിവസങ്ങളിൽ അവൾ ഇപ്രകാരം ചെയ്തു. ദുഷ്ടാത്മാവ്, അതുകൊണ്ടാണ് യേശുവിനെ കാണുമ്പോൾ പിശാച് പറയുന്നുണ്ട്, നീ ദൈവോത്തരന. മനുഷ്യനെ യേശുവിനെ തിരിച്ചറിയാൻ പറ്റില്ല, മനുഷ്യന് തിരുവോസ്തി തിരിച്ചറിയാൻ പറ്റില്ല, മനുഷ്യന് തിരുരക്തം തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷെ പിശാചിനെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ബ്ലാക്ക് മാസുകാർ പരിശുദ്ധ കുർബാന ചോദിക്കുന്നത്. ബ്ലാക്ക് മാസുകാർക്ക് ഏറ്റവും വിലയുള്ള വസ്തു ഏതാണെന്ന് വെച്ചാൽ അത് പരിശുദ്ധ കുർബാനയാണ്. 1 ലക്ഷം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അവരൊരു കുർബാനയ്ക്ക് വേണ്ടി കൊടുക്കും. ഹല്ലേലൂയ. കുർബാനയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ബ്ലാക്ക് മാസുകാരാണ്. യേശുവിന് വിലയിട്ടത് യൂദാസ് കറിയോത്തയാണെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വിലയിട്ടത് ക്രിസ്ത്യാനിയല്ല, ബ്ലാക്ക് മാസുകാരാ. കാരണം എന്താ? അവന് പരിശുദ്ധ കുർബാനയുടെ ശക്തിയെ അവന് തിരിച്ചറിയാം. ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തി, ഞാൻ വാഴ്ത്തിയ ഓസ്തിയാണ് കുറച്ച് നേരം കഴിഞ്ഞ് മാറി ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഏതൊരു വൈദികൻ അർപ്പിച്ച, പക്ഷേ ഇത് ബ്ലാക്ക് മാസ്റ്ററുടെ കൊടുക്ക് അവർക്ക് തിരിച്ചറിയാം. കാരണം എന്താ? അതിലെ പവർ അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ പല പ്രാവശ്യം ഇവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു. പൗലോസ് എന്ത് ചെയ്തു എന്ന് തുടർന്ന് വരുന്ന വചനം പറയാണ്. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു. കുട്ടിയോടല്ല പറഞ്ഞത്. അവളിൽ വസിക്കുന്ന ദുഷ്ടാത്മാവിനോട് എന്ത് പറഞ്ഞു? അവളിൽ നിന്ന് പുറത്തു പോകുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പസ്തോലന്മാരെല്ലാം ജീവിച്ചത് യേശുക്രിസ്തു എന്ന നാമത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കാരണന്മാർ പഴയ കാലത്ത് അവർ അടുപ്പത്ത് വെള്ളം വയ്ക്കുന്നുണ്ടെങ്കിൽ യേശു നാമം ഉപയോഗിക്കുമായിരുന്നു. അരി ഇടുന്നുണ്ടെങ്കിൽ യേശു നാമം ഉപയോഗിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഓരോ കറികളും ചെയ്യുന്നുണ്ടെങ്കിൽ യേശു നാമം ഉപയോഗിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇന്നെന്താ കാരണന്മാർ, ഇന്ന് നമ്മുടെ അപ്പന്മാരും അമ്മമാരും വെള്ളം വയ്ക്കുമ്പോൾ യേശു നാമം പറയുന്നുണ്ട്. അവർ പറയും, ഇത് പള്ളി പറയേണ്ട നാമം, യേശു നാമം പള്ളിയിൽ പറയേണ്ട നാമാണ്. ഹല്ലേലൂയ. വേറെ ഒരു മതമുണ്ട്, അവരവിടെ ആചാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ വെള്ളം വയ്ക്കുമ്പോൾ അരി ഇടുമ്പോൾ അല്ലെങ്കിൽ പയർ എല്ലാം അവരുടെ നാമം ഉച്ചരിച്ചാൽ അവർ വളർന്നുകൊണ്ടിരിക്കുക അല്ലേ? അവർ വളർന്നുകൊണ്ടിരിക്കുക. നമുക്ക് അസൂയയാണ്. ഹല്ലേലൂയ. നമുക്ക് അസൂയയും. അവർ വളരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ദൈവത്തെ വിളിച്ചാണ് അവരുടെ ഒരു കാര്യം ചെയ്യുള്ളൂ. ഹല്ലേലൂയ. പഴയ കാലത്ത് നമ്മുടെ കാരണന്മാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വിതയ്ക്കാൻ കൊണ്ടുവന്ന വിത്തിൽ ഒരു തൊട്ടിയെടുത്ത് കൊണ്ടുപോയി പള്ളി കൊണ്ടുപോയി വൈദികരുടെ അടുത്ത് പ്രാർത്ഥിക്കും, കർത്താവേ ഇത് വിതച്ചാൽ 100 മേനി ഫലം നൽകണമേ. ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നത്? വിത്ത് കൊണ്ടുപോയി വിതച്ചിട്ട് അത് മരുന്ന് വെക്കുന്ന കടയിൽ പോയിട്ട് മരുന്ന് മേടിച്ചുകൊണ്ടെന്ന് അടിക്കും. ഹല്ലേലൂയ. കാലം മാറി. പഴയ കാലത്ത് അച്ഛന്മാർ ഈ കീടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാഴി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അച്ഛന്മാർ പോയി ചാഴിയെ വിലക്കി കഴിഞ്ഞാൽ അത് വിട്ടുപോകും. ഇന്ന് കൃഷിയിടത്തിൽ ചാഴി വന്നാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ മരുന്ന് കീടനാശിനി വിൽക്കുന്ന കടയിൽ പോയിട്ട് കീടനാശിനി വന്ന് അടിക്കും. അത് കുറേ നാൾ അടിച്ച് കഴിയുമ്പോൾ കുറച്ച് നാളേക്കും ആ കീടത്തിന് പറ്റും, കുറേ നാൾ കഴിയുമ്പോൾ കീടം അതിനെയും അതിജീവിക്കും.
ഹല്ലേലൂയ. ഇവിടെ എന്തുണ്ടാവുന്ന വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അവളെ വിലക്കിയ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ തൽക്ഷണം അത് പുറത്തുപോയി. തൽക്ഷണം അത് പുറത്തുപോയി. എന്നിട്ട് എന്തുണ്ടാവുന്നേ? അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവന്നു. യേശു നാമത്തിൽ ബന്ധിച്ചു, യേശു നാമത്തിൻ്റെ ശക്തിയാൽ ബഹിഷ്കരിച്ചു. എന്തുണ്ടായി? അവളിൽ നിന്നും പിശാച് വിട്ടുപോയി, അശുദ്ധ ആത്മാവ് വിട്ടുപോയി. അപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ദുഷ്ടാത്മാവ് ബാധിച്ചവർ പൗലോസിൻ്റെയും സീലാസിൻ്റെയും പിന്നാലെ ചെന്ന് പറയുക, ഇവർ അത്യുന്നതമായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. കാരണം അവൾക്ക് തിരിച്ചറിയാൻ പറ്റി, പക്ഷെ നാട്ടിലുള്ളവർ തിരിച്ചറിയാൻ പറ്റിയില്ല. ഇവർ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞു. ഇത് ശല്യമായപ്പോൾ എന്തുണ്ടായി? പൗലോസ് ബന്ധിച്ചു. നമുക്ക് എത്ര നാൾ ഇവരുടെ ഈ അശുദ്ധാത്മാവ് ബാധിച്ചവരടുത്ത് പോയാലും നമുക്ക് ശല്യമില്ല. നമ്മൾ കാശ് കൊടുക്കുന്നു, മേടിക്കുന്നു, നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല. പക്ഷെ പൗലോസ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അനേകരിൽ സൗഖ്യങ്ങളുണ്ടായി, അനേകരിൽ വിടുതലുണ്ടായി. തുടർന്ന് വരുന്ന കാര്യത്തിൽ പ്രകാരം പറയാണ്, അവർ പൗലോസിനെയും സീലാസിനെയും ബന്ധിച്ച് ജയിലിൽ കൊണ്ടുവന്നിട്ടു. അവർ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു. ഇനി വീണ്ടും എടുക്കാം. അപ്പോസ്തല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, പത്രോസ് പറഞ്ഞു, എന്താ ഈ പള്ളിയിൽ 9-ാം മണി വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. എന്തുണ്ടായി? പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തെ പ്രവേശിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന കാര്യം, അപ്പസ്തോലന്മാർ പോയിട്ട് പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗം വിട്ടുപോകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അശുദ്ധാത്മാവ് വിട്ടുപോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ എഴുതിയിട്ട് കെട്ടുകൾ എഴുതിയത് തൽക്ഷണം അത് നടക്കുന്നു. കാരണം എന്താ? യേശുവിൽ വിശ്വസിച്ചാണ് അപ്പസ്തോലന്മാർ പോകുന്നത്. കേൾക്കുന്ന ജനങ്ങൾ ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരിക. അപ്പസ്തോലന്മാരെ ബന്ധിക്കുന്ന സമയത്ത് അവർക്ക് വിശ്വാസം വരുമ്പോൾ ആ സമയം തന്നെ രോഗശാന്തി പറയും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വ്യത്യസ്ത ഒരു മതവിഭാഗത്തിൽപ്പെട്ടതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഹൃദയത്തെ സംബന്ധമായ രോഗങ്ങൾ മാറുന്നു. ആരാധന തീരുന്നവരെ രോഗം മാറിയില്ല. ആരാധന തീർന്നു കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന മനുഷ്യൻ പറയാം, അച്ഛാ ഞാൻ ഹൃദയവേദനയുമായിട്ട് വന്നത്, ഹൃദയത്തിന് വലിയ പ്രോബ്ലമുള്ള വ്യക്തിയാണ്, എനിക്ക് സുഖപ്പെട്ടു വെച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു സമയത്തും അത് മാറിയില്ല. പക്ഷെ ഞാനൊന്ന് വിശ്വസിച്ചു. കാരണം ആസ്പത്രി പോകാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ആസ്പത്രി പോകാൻ പൈസ ഇല്ലെങ്കിൽ പിന്നെ ആര് സുഖപ്പെടുത്തും? ഈശോ സുഖപ്പെടുത്തും. ഇനി ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ സ്കാനിങ് അതിനുള്ള പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വചനം കേൾക്കാൻ വന്നു. അച്ഛൻ പറഞ്ഞ സമയത്ത് സൗഖ്യം കിട്ടിയില്ല, പക്ഷെ പോകുന്ന സമയത്ത് ഞാൻ സുഖമായിട്ട് പോകുന്ന വെച്ചാൽ ഹല്ലേലൂയ പറയണമെന്നില്ല. കാരണം സൗഖ്യം ആ മനുഷ്യന് കർത്താവ് കൊടുക്കുന്നതാണ്. നമ്മുടെ ഹൃദയ വേദനകൾ, പുതിയ ബുദ്ധിമുട്ടുകൾ കണ്ട് കർത്താവ് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തട്ടെ. നിങ്ങളുടെ ഹൃദയ വേദനകൾ, ഹൃദയ നൊമ്പരങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കട്ടെ.
യേശു കർത്താവേ രക്ഷക സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.